പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് വൈസ് പ്രസിഡന്റിനെതിരെ ബിജെപി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. 2 സിപിഎം അംഗങ്ങളുടെ നിലപാടാണ് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിർണായകമായത്. സിപിഎം കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിന്നതോടെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനുള്ള ക്വാറം തികഞ്ഞില്ല. പഞ്ചായത്തിൽ കോൺഗ്രസിനും ബിജെപിക്കും 6 അംഗങ്ങൾ വീതമാണുള്ളത്. സിപിഎമ്മിന് 2 അംഗങ്ങളുമുണ്ട്. നറുക്കെടുപ്പിലൂടെയാണ് നേരത്തെ ബിജെപിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചത്. ബിജെപിക്കെതിരെ നേരത്തെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസത്തെ സിപിഎം പിന്തുണച്ചിരുന്നു. ഇതോടെ ബിജെപിക്ക് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാവുകയായിരുന്നു. പ്രസിഡന്റിനെതിരായിട്ട് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് സിപിഎം അനുകൂലിക്കുകയും അങ്ങനെ ബിജെപിയുടെ പ്രസിഡന്റ് പുറത്താവുകയും ചെയ്തു. അവിശ്വാസത്തിലൂടെ എതിർത്തില്ല. അപ്പോൾ ഇന്ത്യ സഖ്യം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ പ്രത്യേക തെളിവാണ് ഇന്ന് നടന്ന അവിശ്വാസ പ്രമേയത്തിനെ അനുകൂലിക്കാത്ത സിപിഎം വിട്ടുനിന്നത്. അത് ഇടതുപക്ഷവും കോൺഗ്രസും കൂടെ ഒന്നിച്ചാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അവർ ഒരുമിച്ച് സീറ്റുകൾ വിഭജനം ചെയ്യുകയായിരുന്നു. അങ്ങനെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് അനുവന്തിളങ്കാവ് എബ്രഹാം തോമസ് മത്സരിക്കുകയും കോൺഗ്രസ് അതിനെ അനുകൂലിക്കുകയും ചെയ്തു. ബാക്കിയുള്ളിടത്ത് കോൺഗ്രസിനെ അനുകൂലിച്ച് ഇടതുപക്ഷത്തിന്റെ 2 സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇന്ത്യ സഖ്യം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു നാരങ്ങാനം പഞ്ചായത്തിലോടുകൂടി. ഇതിന് വ്യക്തമായ തെളിവാണ് ഇന്നത്തെ അവിശ്വാസ പ്രമേയത്തിൽ ബിജെപിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാതെ കോൺഗ്രസിനെ പിന്തുണച്ചത്. കോൺഗ്രസും സിപിഐഎമ്മും തമ്മിലുള്ള വിശുദ്ധ സഖ്യമാണ് നാരങ്ങാനം പഞ്ചായത്തിൽ പുറത്തു വന്നതെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി രാധാകൃഷ്ണ മേനോൻ പ്രതികരിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നൽകിയ അവിശ്വാസത്തിന്റെ കാര്യം വന്നപ്പോൾ ഇടതുപക്ഷം പരസ്യമായി തന്നെ കോൺഗ്രസിനൊപ്പം ഒരിക്കൽ കൂടി ചേർന്നിരിക്കുക. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നിലവിലുണ്ടായിരുന്ന പരസ്പര ധാരണ ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിൽ അവർ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും 2 അംഗങ്ങളുള്ള സിപിഎമ്മിന് നേരത്തെ തന്നെ കൊടുത്തിരുന്നു. പക്ഷേ അതൊരു രഹസ്യ ഇടപാടായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ ഈ പരസ്യമായ സ്റ്റാൻഡ് കാണുമ്പോൾ വ്യക്തമാകുന്നു. എനിക്ക് സിപിഎം നേതൃത്വത്തോട് ബിജെപിക്ക് പറയാനുള്ളത്, സിപിഎമ്മും കോൺഗ്രസും നാരങ്ങാനത്ത് പരസ്യമായി തന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ഇതേ സമീപനം സ്വീകരിക്കുക. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന കാലഘട്ടത്തിൽ ഈ ഇന്ത്യ മുന്നണിയുടെ അവിശുദ്ധ സഖ്യത്തെ അത് പരസ്യമായിട്ട് തന്നെ നേരിടാൻ തയ്യാറാണ്. അങ്ങനെ പരസ്യമായ മത്സരത്തിനുള്ള അവസരമുണ്ടാക്കാൻ സിപിഎമ്മും കോൺഗ്രസും പത്തനംതിട്ട ജില്ലയിൽ തൻ്റെടം കാണിക്കണം, നാരങ്ങാനത്ത് തൻ്റെടം കാണിക്കണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്.